നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലിൽ നൗൺസ് എന്ന് പറയുന്ന ഒരു NFT പ്രൊജക്റ്റിനെ കുറിച്ചാണ്. എന്താണ് ലിൽ നൗൺസ്? ഇത്തേരിയം ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിക്കുന്ന നൗൺസ് എന്ന NFT പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിൽ നൗൺസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നൗൺസ് എന്ന് പറയുന്ന ഒരു NFT പ്രൊജക്റ്റ് ഉണ്ട്. അതൊരു വലിയ പ്രൊജക്റ്റാണ്. ആ ഒരു പ്രൊജക്റ്റിൻ്റെ റെഫറൻസിൽ തന്നെ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ തന്നെ ഒരു സബ് ബ്രാഞ്ചാണ്. ലിൽ നൗൺസ് എന്നത് നൗൺസിൽ നിന്ന് തന്നെ രൂപം കൊണ്ട ഒരു ആശയമാണ്. ലിൽ നൗൺസിൻ്റെ ഫോക്ക് ആണെന്ന് പറയാം. നൗൺസിനെ പോലെ തന്നെ ലിൽ നൗൺസും 32:32 പിക്സൽ ക്യാരക്ടേഴ്സാണ്. അതിൻ്റെ കണ്ടൻറ്റ് പലപ്പോഴും ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ ഒക്കെ ആവും. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഒരു ലിൽ നൗൺ സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെയാണ് ലിൽ നൗൺസ് ഉള്ളത്. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഒരു ലിൽ നൗൺ ഓപ്ഷൻ ചെയ്യപ്പെടുന്നു. ഇതൊരു ഫോർവേഡ് പ്രോസസ്സാണ്. lilnouns.wtf എന്ന ഇൻ്റർഫേസിലൂടെ ലിൽ നൗൺസ് ഓപ്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കും. ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ലിൽ നൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. നൗൺസ് ഫൗണ്ടേഴ്സിനെയാണ് നൗണ്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഡിസ്പ്ലേയിൽ കാണുന്ന നൗൺ 985, അതായത് അത് 986-ാമത്തെ ലില്ലാണ്. കാരണം എന്താ വെച്ചാൽ നൗൺസ് ID സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. ഈ ഒരു 986-ാമത്തെ ലിൽ നൗൺ സെയിലിന് വെച്ചേക്കുകയാണ്. ഇതിൽ കാണുമ്പോൾ ഈ ഓപ്ഷൻ അവസാനിക്കാൻ 4 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. അപ്പം ഇതിൽ ആൾക്കാർക്ക് ബിഡ് ചെയ്യാം, അതായത് അവർക്ക് പറ്റുന്ന തുക ഇതിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. അവർക്ക് അതിലേറ്റവും വലിയ തുക എത്രയാണോ ആ തുകയ്ക്കായിരിക്കും ഈ ഓപ്ഷൻ അവസാനിക്കുക. ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്നത് ലിൽ നൗണിൻ്റെ ഇപ്പോഴത്തെ ബിഡ് എന്ന് പറയുന്നത് 0.88 ETH ആണ്. ഓപ്ഷൻ അവസാനിക്കുമ്പോഴും ഇതേ ബിഡ് ആണെങ്കിൽ ഈ ഒരു 0.88 ETH ബിഡ് ചെയ്ത ആൾക്ക് ഈ ലിൽ നൗൺ നൽകപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ ഈ ഒരു എമൗണ്ടിന് കൂടുതലായിട്ട് ഈ ഒരു 4 മിനിറ്റ് കൊണ്ട് ആരെങ്കിലും ബിഡ് ചെയ്താൽ ഈ 0.88 ETH നൽകിയ ആൾക്ക് ഈ ഒരു ലിൽ നൗൺ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഓപ്ഷൻ കഴിയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലിൽ നൗൺ ഇതിൻ്റെ തന്നെ ലിൽ നൗൺ DAO ട്രഷറിലേക്ക് ട്രസ്റ്റ്ലെസ് ആയിട്ട്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഏറ്റവും അധികം ബിഡ് ചെയ്ത ആൾ ഈ ഒരു ലിൽ നൗൺ വിൻ ചെയ്യുകയും ഈ ഒരു ERC-721 ടോക്കൺ വിന്നറുടെ അഡ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ERC-721 NFT ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ലിൽ നൗൺ NFT ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അടുത്ത 15 മിനിറ്റിൽ അതും ഓപ്ഷൻ സെയിലാവും. സോ ഇത് റിപ്പീറ്ററായിട്ട് ഫോറെവർ, അതായത് എല്ലാ കാലത്തും ഇങ്ങനെ റിപ്പീറ്റായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ലിൽ നൗൺ NFTയെ പറ്റി പറയാനുള്ളത്. അപ്പം ലിൽ നൗൺ DAO എന്താണെന്ന് നമുക്ക് നോക്കാം. ലിൽ നൗൺ എന്ന് പറയുന്ന NFT പ്രൊജക്റ്റിന് ഒരു ലിൽ നൗൺ DAO കൂടെയുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെന്നൊക്കെ നോക്കാം. അപ്പോൾ ഓരോ ഓപ്ഷൻ്റെയും സെയിൽ കഴിയുമ്പോൾ അതിൻ്റെ ഫണ്ട് നേരെ പോകുന്നത് ലിൽ നൗൺ DAO ട്രഷറിലേക്കാണ്. ഇതുവരെ ലിൽ നൗൺ DAO ട്രഷറിൽ 800-ൽ അധികം ETH അവൈലബിൾ ആണ്. ഈ ഒരു 15 മിനിറ്റ് ഓപ്ഷനിലൂടെ നേടിയിട്ടുള്ള ഫണ്ടെല്ലാം സ്വരൂപിച്ച് ഈ ഒരു ട്രഷറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ നൗൺസിലെ പോലെ തന്നെ ആണ് ലിൽ നൗൺസിലും ഗവേണൻസ് നടക്കുന്നത്. നൗൺസിലെ ഓരോ മെമ്പേഴ്സിനും ലിൽ നൗൺസിൻ്റെ മെമ്പേഴ്സാണ്. അതുപോലെ തന്നെ ഗവേണൻസിൽ അവർക്കൊരു വോട്ട് ഉണ്ടാവുന്നതാണ്. ഓരോ വ്യക്തിയിലും ഒരു ലിൽ നൗൺ ഉണ്ടെങ്കിൽ അതിലൊരു വോട്ടായിട്ടാണ് അത് കൺസിഡർ ചെയ്യുക. ഇങ്ങനെയാണ് ലിൽ നൗൺസിൽ വോട്ടിംഗ് എബിലിറ്റി നിർണ്ണയിക്കുന്നത്. ലിൽ നൗൺസ് NFT ഉള്ളവർക്ക് അവർക്ക് വേണ്ട പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യാനും വോട്ട് ചെയ്യാനും സാധിക്കും. ഈ പ്രപ്പോസൽ എല്ലാവരും വായിച്ച് അതിൻ്റെ മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലർ അഗ്രി ചെയ്യും, ചിലർ ഡിസഗ്രി ചെയ്യും. അപ്പോൾ വോട്ടിൻ്റെ ഭൂരിപക്ഷം നോക്കിയാവും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. ഇതാണ് ബേസിക്കലി ലിൽ നൗൺസ് DAOയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റും. ലിൽ നൗൺസ് എന്നത് നിങ്ങളുടെ പ്രൊജക്റ്റുകൾ, ഐഡിയകൾ, പ്രപ്പോസലുകൾ ആയി സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ആണ്. ഈ ഒരു ഐഡിയകളെ വിളിക്കുന്ന പേര് നൗണിഷ് എന്നാണ്. ലിൽ നൗൺസിലുള്ള പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളും നൗൺസ് എന്ന് പറയുന്ന എക്കോസിസ്റ്റമിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ്. നൗൺസിൻ്റെ ഒരു സബ് കൾച്ചറായിട്ടാണ് ലിൽ നൗൺസ് പ്രവർത്തിക്കുന്നത്. ലിൽ നൗൺസ് എന്നത് നിങ്ങളുടെ പ്രൊജക്റ്റുകൾ, ഐഡിയകൾ, പ്രപ്പോസലുകളായി സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ആണ്. ഈ ഐഡിയകളെ വിളിക്കുന്ന പേര് നൗണിഷ് എന്നാണ്. ലിൽ നൗൺസിൻ്റെ എല്ലാ കാര്യങ്ങളും, പൊതുവെ ലിൽ നൗൺസ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നൗൺസ് എന്ന് പറയുന്ന എക്കോസിസ്റ്റമിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ്. ഒരു സബ് കൾച്ചർ പോലെയാണ് ലിൽ നൗൺസ് പ്രവർത്തിക്കുന്നത്. ഇതിലെ ആർട്ട് എല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സുമാണ്. ആർക്കും ഇതിൽ നമുക്ക് വേണമെങ്കിൽ ലിൽ നൗൺസിൽ എന്ത് വേണമെങ്കിലും അതിലെ ആർട്ട് ഉപയോഗിച്ചിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ച് ആർട്ടിസ്റ്റുകൾക്ക്, ഡെവലപ്പേഴ്സിനും അതുപോലെ തന്നെ മറ്റു ഫീൽഡുകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ലിൽ നൗൺസിൻ്റെ മുകളിലായിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ലിൽ നൗൺസ് ഐഡിയകൾ ഫ്ലറിഷ് ചെയ്യാൻ ഓരോ നല്ല ഐഡിയകൾക്കും പ്രപ്പോസൽ പാസ്സായാൽ ലിൽ നൗൺസ് ഫണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രപ്പോസലുകളിൽ എന്താണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതെന്നും ആരാണ് ബിൽഡ് ചെയ്യുന്നതെന്നും ഇതിന് വേണ്ട ടൈം ലൈൻ എത്രയാണെന്നും ആവശ്യമായ ഫണ്ടിങ് എത്രയാണെന്നും മുമ്പത്തെ സപ്പോർട്ടിംഗ് വർക്ക് എന്തൊക്കെയാണെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തേണ്ടതാണ്. സോ അങ്ങനെ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു പ്രപ്പോസലായിട്ട് ലിൽ നൗൺസ് സബ്മിറ്റ് ചെയ്യാനും
ആദ്യം ഒരു ഇൻഫോർമൽ പ്രപ്പോസലായിട്ട് തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാം ഉൾപ്പെടുത്തി ഇത് തയ്യാറാക്കി ഡിസ്കോഴ്സിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഡിസ്കോഴ്സ് ചാനലാവും ഈ ഒരു പ്രപ്പോസലിൻ്റെ ഫീഡ്ബാക്ക് നടക്കപ്പെടുക. ഡിസ്കോഡിൽ പുഷ് യുവർ ഐഡിയാസ് എന്ന ചാനലിൽ പോയിട്ട് ഈ ലിങ്ക് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കാൻ പറ്റുന്നതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വഴി നിങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് ഷൗട്ട് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ ലിൽ നൗൺസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രപ്പോസൽ ഓൺ ചെയിൻ പോകാൻ ഡാവോയിലെ ഏതെങ്കിലും ഒരു മെമ്പേഴ്സിനെ സ്പോൺസർഷിപ്പിന് വേണ്ടി അപ്രോച്ച് ചെയ്യാവുന്നതുമാണ്.